ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ലൊരു വെറൈറ്റി ആയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളിലൊരു ഫില്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇതിപ്പോൾ കളറൊന്നും അല്ല കേട്ടോ, പിസ്തേൻ്റെ എസൻസ് ഒഴിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചെയ്താണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് മക്കൾ സ്കൂളൊക്കെ വിട്ടുന്ന സമയത്ത് കൊടുക്കാനൊക്കെ എന്താ പറയുക, കഴിക്കാത്ത മക്കൾക്കായാലും ഇങ്ങനെ കാണുമ്പോഴൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു പാല് വെച്ചിട്ടൊരു സാധനം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം ഫില്ലിങ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് നിറയെ, വലിയൊരു ഗ്ലാസ് നിറയെ പാലെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെയ്യുന്നത് കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ പാലിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ ആദ്യം. നന്നായി തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒരു അരക്കപ്പിന് ഒരു 3/4 ഭാഗം പാൽപ്പൊടി എടുത്തത്. അപ്പോൾ അളവ് കൂടുതൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാനൊരു 10-9 ഉണ്ട് കേട്ടോ. അതിനുള്ള ഫിറ്റിങ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാതെ അടി പിടിക്കാതെയൊക്കെ നോക്കണേ. കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് പോകും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ നമുക്കിത് കുറുക്കിയെടുത്ത് വരാം കേട്ടോ. ഇതിൽ 2-3 മിനിറ്റ് വേണ്ട ഇങ്ങനെ ആക്കിയെടുക്കാൻ. കുറച്ച് സമയത്ത് ചെയ്യണം. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് ചെയ്യുമ്പോഴേ അതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ അത്രയും ഉള്ളത് ഇപ്പോൾ ഇത്ര ആയില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് പാലുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 1/2 ഗ്ലാസോളായി മാറി. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഞാനിപ്പോൾ എടുത്ത അളവിനുള്ള ശർക്കര എടുത്തത്. അതിലേക്ക് കുറച്ച് 2-3 സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഒരു ഫില്ലിങ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ ഫില്ലിങ് ആണ് ഉള്ളിൽ വെക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് ശർക്കരയൊക്കെ മെൽറ്റായതിനു ശേഷം അതിലേക്ക് ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് കുറുക്കി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം വേണം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചതില്ല ഒരു പാൽ വെച്ചുണ്ടാക്കില്ല, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇത് വെള്ളമൊക്കെ വറ്റി കുറുകി വരണം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലൊരു മണം കേട്ടോ. ഇത് ഫില്ലിങ് നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇനി അത് ഏകദേശം ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കിയില്ല, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരു വെള്ളമുണ്ട്, ആ വെള്ളം പോകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ കൂട്ടി വെക്കുകയോ ചെയ്യരുത്. ചെറിയ തീയിലിട്ടിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒച്ച ഇങ്ങനെ വരുമല്ലോ, ആ വെള്ളത്തിൻ്റെ ഒച്ച പോകുന്ന വരെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് വരുന്നില്ല, അതൊന്ന് വറ്റി വരുന്നവരെ നമുക്കിങ്ങനെ ചെറിയ തീയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കണം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഈ ഫില്ലിങ്. ശരിക്കും ഈ പേടയൊക്കെ പോലെ ഉണ്ട്, പേടേൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. പാൽപ്പൊടിയൊക്കെ ഇട്ട് കുറുക്കിയെടുത്തോണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ദോശ, നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കൂലേ, ദോശ ഉണ്ടാക്കിയെടുക്കണം. അതവിടെ മാറ്റി വെക്കാം. അത് അപ്പോൾ തണുത്ത് വരട്ടെ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തത് കേട്ടോ. ഞാൻ ആട്ടപ്പൊടി വെച്ച് ചെയ്യുന്നത്. ആട്ടപ്പൊടി എടുത്തത്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മൾ ദോശൻ്റെ മാവ് കലക്കിയെടുക്കൂലേ, അതുപോലെ കലക്കിയെടുക്കുക. പിന്നെ അതേപോലെ അതിലേക്ക് ഞാൻ ഒരു 2-3 സ്പൂണ് സാധാ സ്പൂണിന് പഞ്ചസാര കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ദോശൻ്റെ ഈ ആട്ടപ്പൊടിയിലും മൈദപ്പൊടിയിലൊക്കെ ദോശൻ്റെ മാവ് കലക്കാൻ ഏകദേശം ആർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒരു കപ്പിന് 2 കപ്പ് കപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ.
ഇപ്പോഴും കട്ടയുണ്ട്. അങ്ങനെ കറക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് മിക്സി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക നല്ല നൈസായിട്ട് കിട്ടും മാവ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിസ്തേൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വെള്ളമൊക്കെ കലക്കൂലേ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കളറിനേക്കാളും നല്ല ഇതാണ് കേട്ടോ. കളറാകുമ്പോൾ മക്കൾക്ക് നമ്മുടെ വയറ്റിനൊക്കെ ചെറിയ മക്കൾക്ക് കൊടുക്കേണ്ടതല്ലേ. കല്ല് ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം പോലെ ഉണ്ട് കേട്ടോ ഈ ബാറ്റർ. ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്കിത് ഇത് റെസ്റ്റിന് മാറ്റി വെക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഒരു ചെറിയ ദോശ ആക്കി ഞാൻ ചെറിയൊരു പാൻ എടുത്തത്. അതിൽ ഓരോ കയ്യിലിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചിട്ട് ദോശ ആക്കിയിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ദോശക്കാൻ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തതിലേക്ക് ഒരു 3 സ്പൂണ് സാധാ ചെറിയ സ്പൂണ് 3 സ്പൂണ് പഞ്ചസാര ഇട്ടല്ലോ. എന്നിട്ട് അടച്ച് വെക്കാതെ ചെറിയ തീയിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കുക കേട്ടോ. ഇത് ദോശ ഇടുന്ന സമയത്ത് എണ്ണയോ പിന്നെ ഒന്നും ആക്കണ്ട കാര്യമില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. ഇവിടെ ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് മക്കൾക്കൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്നും കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആവാൻ മക്കൾക്കും ഇഷ്ടപ്പെടും. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അധികം ടൈമൊന്നും വേണ്ടല്ലോ. നല്ല ഇതേപോലെ ഇങ്ങനെ ഓരോ ദോശങ്ങൾ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം വേണമെങ്കിൽ വലിയ പാനിലൊക്കെ ചുട്ടെ. ഞാനിപ്പോൾ ചെറുതാക്കിയിട്ട് ചെറിയ പാനിലൊക്കെ ചുട്ടെടുക്കുകയാണ്. ഒരുപാട് കട്ടിയിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാം അതേപോലെ നമുക്ക് ചുട്ടെടുത്ത് വരാം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കണേ. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലോ എന്താണെങ്കിലും വീഡിയോൻ്റെ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഞാനൊരു 6-7 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതൊരു തിരിച്ച് വെച്ചിട്ട് എന്തിനെങ്കിലും മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അങ്ങനെ തിരിച്ച് വെക്കുക കേട്ടോ. ദോശൻ്റെ മുകൾ ഭാഗം അടിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി വെക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്. ഈ ഫില്ലിങ്ങാണ് ഏറ്റവും ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്ത് വരാം. എണ്ണയോ പിന്നെ നെയ്യോ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് കഴിക്കാനായാലും നല്ലതാണ്. എന്താ പറയുക, നല്ല ആട്ടപ്പൊടിയും കൂടെ ആണല്ലോ. കണ്ടില്ല, അപ്പോൾ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒന്നുകൂടെ പറയാണ്, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കണമെന്ന് ചെയ്തിട്ട് കാണണേ. ഇത് കാണാൻ ഭംഗിയുള്ളത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.